ഞാനവനെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ അവൻ പറയാണ്, അച്ഛാ ഇത് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. എനിക്ക് തോന്നുന്നു അറിയാതെ പറഞ്ഞതായിരിക്കും. കാരണം ഞാൻ അവനോട് ചോദിച്ചു, എടാ നീയല്ലേ കുറച്ച് മുമ്പേ പറഞ്ഞത് ദൈവം ഇല്ല എന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഇൻ കേസ് ദൈവം ഉണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിരിക്കാം, ഇനി ദൈവം ഇല്ലെങ്കിൽ അത് എന്തോ ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്, എൻ്റെ കഴിവല്ല. കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും ഒരു സംശയം അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്നൊരു പ്രശ്നമാണിത്. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാന് പോലും ഒരു ഡൗട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ഈശോയ്ക്ക് വഴിയൊരുക്കാനായിട്ട് വന്ന ഈ യോഹന്നാൻ തന്നെ പറയാണ്, ഇനി ഞങ്ങൾ വേറൊരാളെ അന്വേഷിക്കണം, നീ തന്നെയാണോ രക്ഷകൻ എന്ന് പോലും യോഹന്നാന് സംശയം ഉണ്ടായിട്ട് ശിശുമാരെ പറഞ്ഞു വിടുവാണ് ഈശോ അടുത്തേക്ക്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-6 വാക്യത്തിൽ പറയുന്നുണ്ട്, സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. സംശയിക്കുന്നവന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന്. സംശയം ഉണ്ടായപ്പോൾ യോഹന്നാൻ എന്നാ ചെയ്തത്? ശിശുമാരെ ഈശോയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. നമ്മളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ കൺഫ്യൂഷൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്കൽ ചെന്നിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമിക്കാതെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയുടെ പക്കൽ ഇരുന്നുകൊണ്ട്.